ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, സെക്കൻഡറാബാദിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പ്രായമുള്ള സ്ത്രീ, അമ്മിണി ആൻറ്റി എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. പുള്ളിക്കാരിയെ മകളൊരിക്കൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അമ്മിണി ആൻറ്റിക്ക് ഞാൻ അവിടെ ഡൽഹിയിൽ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പം പ്രായമുണ്ട്, സ്ട്രോക്ക് വന്നു, മരിച്ചു. ഞാൻ പോയി കണ്ടു. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 2-3 ദിവസം പോയി കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞു. പുള്ളിക്കാരിക്ക് അവിടെ അവശതയായിരുന്നു. ഞങ്ങൾ കണ്ടു, മനസ്സിലായി. ഭയങ്കര വിഷമമായിരുന്നു പുള്ളിക്കാരിക്ക്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ അമ്മിണി ആൻറ്റിയുടെ 2 പെൺമക്കളുണ്ട്, റേച്ചലും സൂസനും. അവരുമായിട്ട് ഞങ്ങൾ ഒത്തിരി ക്ലോസായി. ഈ അമ്മിണി ആൻറ്റി മരിച്ചു, അടക്കി. എൻ്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രോജക്റ്റുണ്ട്. ഈ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് 2 വിദേശ രാജ്യങ്ങളിലായിട്ടാണ്. എൻ്റെ പ്രോജക്റ്റ് ഒരു ഭാഗം ഇസ്രായേലിലും ഒരു ഭാഗം സ്പെയിനിലുമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പകുതി പേര് 2 ടീം, ആകെ 2 ഭാഗമാക്കും. ഈ 2 ഭാഗത്തിൽ ഈ 2 ബാച്ചാക്കും. ഓരോ ബാച്ചിനും ഓരോ പ്രോജക്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യമേ ഞങ്ങൾ ഇസ്രായേലിൽ പോവും, പിന്നെ അവിടുന്ന് ഞങ്ങൾ സ്പെയിനിൽ വരും, പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം. തിരിച്ച് വരുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും 14 ദിവസത്തേക്കാണ് പുറത്തു പോകുന്നത്. അത് സർക്കാർ ചിലവിലാണ്. 7 ദിവസം ലീവ് എടുത്ത് ഞങ്ങൾ 21 ദിവസത്തെ ഇതാക്കി യൂറോപ്പ് കൂടെ കാണാൻ തീരുമാനിച്ചു. ഇതിൻ്റെയൊക്കെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ന്യൂസ് വന്നു, എൻ്റെ ബാച്ചിൻ്റെ പ്രൊമോഷൻ ബോർഡ് നടത്താൻ പോകുന്നു എന്നറിഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഈ ബോർഡ് 2013 ഏപ്രിലായിരുന്നു നടക്കേണ്ടത്. എന്താ പെട്ടെന്ന് 2012 ഒക്ടോബർ നടത്തുന്നത്? എൻ്റെ മനസ്സിൽ കൂടെ പോയി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ മനസ്സിൽ കൂടെ ഓർത്തു. പക്ഷേ എന്തായാലും 4 വേക്കൻസി ഉണ്ട്. ഞാൻ 1 അല്ലെങ്കിൽ 2 എന്ന് എനിക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും കിട്ടും. എനിക്ക് മനസ്സിൽ കൂടെ വേറെ പ്രശ്നങ്ങളൊന്നും പോയില്ല. ഞാൻ ഓക്കെ ഫൈൻ, നടക്കട്ടെ, എപ്പോഴാണ് നടക്കട്ടെ. അപ്പോൾ വേക്കൻസിയൊക്കെ വരുന്നത് മെയ് ജൂണിലെ വേക്കൻസി വരുന്നുള്ളൂ. എന്തുകൊണ്ട് ഈ ഇപ്പം ഇതിൽ നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എൻ്റെ കോഴ്സ് അപ്പോഴത്തേക്ക് കഴിയും, ഞാൻ റെഡിയാകും, ഇവിടുന്ന് ഇറങ്ങി പ്രൊമോഷൻ വാങ്ങിച്ച് ജനറലായി പോകുമെന്നും പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ബോർഡ് നടന്നു. അപ്പം ആരോ എന്നെ വിളിച്ച് പറഞ്ഞു, സാർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മനസ്സിൽ കൂടെ പറഞ്ഞു, ആകേണ്ടതാണ്. പക്ഷേ ഈ ബോർഡ് പെട്ടെന്ന് ആക്കിയപ്പം എന്തോ ഇതിനകത്ത് പ്രശ്നമുണ്ടോ തോന്നാതിരുന്നില്ല. എനിവേ ഞങ്ങൾ കോഴ്സ് പഠിത്തം കണ്ടിന്യൂ ചെയ്തു. പ്രോജക്റ്റിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഇസ്രായേലിൽ പോയി. ഇസ്രായേലിൽ 7 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ സ്പെയിനിൽ വന്നു. സ്പെയിനിൽ മാഡ്രിഡ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞങ്ങളെത്തി. പ്രോജക്റ്റ് തീർന്നു. ഞങ്ങൾ സോളാറിൻ്റെ ഒക്കെ ആയിരുന്നു, സോളാറും വാട്ടർ സപ്ലൈ ഒക്കെ ആയിരുന്നു എൻ്റെ പ്രോജക്റ്റ്. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റും ആ രാജ്യത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് പോലെ. അപ്പം ഇത് നമ്മൾ പോയി കാണും, അവരെ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ അത് നടത്തിക്കുന്ന ആൾക്കാരെ നമ്മൾക്ക് കാണാം, വർത്തമാനം പറയാം, അവർ നമ്മൾ ചോദിക്കുന്നതൊക്കെ പറയും, അവർ പ്രസൻറ്റേഷൻ തരും. അപ്പോൾ നമ്മൾ ഈ ഏത് രാജ്യത്ത് പോകുന്നോ അവിടുത്തെ അംബാസഡറിൻ്റെ ഗസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇസ്രായേലിൽ പോയപ്പോൾ ഞങ്ങൾ ഇസ്രായേലി അംബാസഡറിൻ്റെ ഗസ്റ്റായിരുന്നു. 7 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ജാനുവരി 26, 2013 ഇസ്രായേലിലെ നമ്മളുടെ അംബാസഡറിൻ്റെ അന്നത്തെ പരിപാടിക്ക് അദ്ദേഹത്തിൻ്റെ വസതിയിലുള്ള പരിപാടിയുടെ ഗസ്റ്റുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ സ്പെയിനിലെത്തി. സ്പെയിനിൽ നടക്കുമ്പം ഞങ്ങളുടെ കോഴ്സെല്ലാം പ്രൊജക്റ്റ് വർക്ക് കഴിഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ മാഡ്രിഡിൽ നിന്നും ടൊളിഡോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഈ ടൊളിഡോ എന്ന് പറയുന്നത് ഒരു പഴയ പട്ടണമാണ്, ഒരു മലയുടെ മുണ്ടൊക്കെയുള്ള ഇതാണ്. അപ്പോൾ ഈ ബസ് താഴെ വന്ന് നിൽക്കത്തേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ പോകേണ്ടത് എസ്കലേറ്ററല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 വലിയ എസ്കലേറ്ററും ഒരു കൊച്ചു എസ്കലേറ്ററും ഉണ്ട്. ഈ 6 എസ്കലേറ്റർ കയറി പോകണം. വേറെ മാർഗ്ഗമില്ല. ബസ് മേളിൽ വരത്തില്ല, ബസ് താഴെ നിൽക്കത്തേ ഉള്ളൂ. ഈ പോകുന്നവരെ ബസ് ഇരിക്കാൻ സമ്മതിക്കത്തില്ല. കാര്യം മറ്റുള്ള സാധനങ്ങൾ അത് ബസ് പൂട്ടുവരും. അപ്പോൾ നമ്മൾ ഒന്നിൽ നമ്മൾ പുറത്ത് നിൽക്കണം, ഇല്ലെങ്കിൽ നടന്ന് മേളിൽ പോകണം.
കണ്ടിട്ട് തിരിച്ചു വരും, സമയം തരും. ഈ ബസ്സിൽ ഞങ്ങൾ യാത്ര മാഡ്രിഡിൽ നിന്ന് യാത്ര തൊഴിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പം എനിക്കൊരു മെസ്സേജ് വന്നു. കേണൽ ജോസഫ് ജോർജ്, എൻ്റെ പഴയ ജൂനിയറാണ്, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വന്നു വാട്സപ്പിൽ. സർ, മേജർ ജനറലിൻ്റെ ബോർഡ് റിസൾട്ട് ഔട്ടായി, സാറിൻ്റെ പേരില്ല എന്ന്. അപ്പം ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ ഭാര്യ ഇപ്പുറത്തിരിപ്പുണ്ട്. എൻ്റെ ഭാര്യ ഞാൻ കൊണ്ടുപോയായിരുന്നു. ഞാൻ നോക്കി, ഞാൻ മാറ്റി വെച്ചു. എൻ്റെ ഭാര്യ എന്ത് പറ്റി? നമ്മൾ ഒന്നും പറ്റിയില്ല. എന്തോ പറ്റിയല്ലോ? ഞാൻ ഒന്നും പറ്റിയില്ല. മെസ്സേജ് ആരുടെയായിരുന്നു? ഞാൻ പറഞ്ഞു ജോസഫ് ജോർജിൻ്റെയാണ്. എന്തോ പറ്റിയെന്ന് പറ. ഞാൻ പറഞ്ഞു ബോർഡ് റിസൾട്ട് ഔട്ടായി. എന്നിട്ട് ആയില്ലേ? ഞാൻ പറഞ്ഞു ആയില്ല. എൻ്റെ ഭാര്യ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പക്ഷേ നമുക്ക് അടുത്ത ഒരു ഫെയിലിയർ കഴിഞ്ഞു, ഇങ്ങനെയായി, അടുത്ത ഫെയിലിയറായി. മനസ്സിലൊരു വിഷമമുണ്ട്, കാണിക്കുന്ന തെറ്റാണല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ജയവും തോൽവിയും ഒക്കെ നമുക്ക് ജീവിതത്തിലുള്ളതല്ലേ, എടുക്കാം. ബ്രിഗേഡിൻ്റെ കൊച്ചു റാങ്കൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയും, ചുമ്മാതെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊക്കെ അടുത്ത റാങ്ക് വാങ്ങിക്കുന്ന അർത്ഥമില്ല, അർത്ഥശൂന്യമാണെന്ന്. അപ്പം ഞങ്ങൾ ബസ് വന്ന് നിന്നു. എന്തൊക്കെയായാലും നമുക്ക് വിഷമമുണ്ടല്ലോ. അപ്പം ഞങ്ങൾ നടന്ന് എസ്കലേറ്ററിൻ്റെ മുമ്പിൽ വന്നു. അന്നേരം എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാര്യയ്ക്ക് ഈ എസ്കലേറ്റർ കയറാൻ പേടിയാണ്. ഞങ്ങൾ എയർപോർട്ടിലൊക്കെ പോകുമ്പം ഈ എസ്കലേറ്ററോ അല്ലെങ്കിൽ ട്രാവലേറ്ററോ ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യ അതിൽ കയറത്തില്ല, ലിഫ്റ്റിലേ പോകത്തുള്ളൂ. അവിടെ വേറെ ലിഫ്റ്റൊന്നും ഇല്ല. അപ്പം എന്നോട് പറഞ്ഞു ഞാനിവിടെ നിൽക്കാം. ഞാൻ പറഞ്ഞു അത് വേണ്ട. അപ്പം ഞാൻ എൻ്റെ ഫെയിലിയറിനെ മനസ്സിൽ കൂടി ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു. ഈ ഒരു പ്രശ്നം മുമ്പിൽ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ എന്തായാലും ഇവിടെ വന്നതാണ്, എന്തായാലും നീ ഇന്ന് എൻ്റെ കൂടെ മേലിൽ വരിക. ഇല്ല, എനിക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, കണ്ണടയ്ക്കുക, എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. ഞാൻ കാല് വെക്കാൻ പറയുമ്പോൾ വെക്കുക. പുള്ളി ഇങ്ങനെ ഇറക്കുക. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഓരോരുത്തർക്ക് കുറേ പേടിയാണല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ നീ കാല് വെക്കാന്ന്. പുള്ളി സമ്മതിച്ചു. ഞാൻ പറഞ്ഞു നീ എൻ്റെ കൂടെ മരിക്കും വരെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു ഇതിൽ കാല് വെക്കാൻ അത്രയും പേടിക്കുന്നത്. എന്തായാലും സമ്മതിച്ചു. ഞങ്ങൾ കെട്ടിപ്പിടിച്ചു. 1 2 3 എന്ന് പറഞ്ഞ് കാല് വെച്ചു. എസ്കലേറ്റർ, എൻ്റെ ഭാര്യ ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറി. ഞങ്ങൾ ഒന്ന് കയറി. അപ്പോൾ ഇനി അടുത്ത് കയറി പറ്റി, ഇനി ഇറങ്ങണ്ടേ, ഈ കയറുന്നതിലും പ്രയാസം ഇറങ്ങാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട, ഞാൻ പറയുമ്പം നീ ചുമ്മാ അങ്ങ് നടക്കുക, ലെഫ്റ്റ് റൈറ്റ് ഒന്ന് നടന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ എസ്കലേറ്റർ ഇങ്ങനെ ലാസ്റ്റ് ഇത് കയറി ഞാൻ പറഞ്ഞു റെഡി സ്റ്റാർട്ട് വാക്കിംഗ്. അപ്പോൾ ഞങ്ങൾ നടന്നങ്ങ് ഇറങ്ങിപ്പോയി. അതേ പുള്ളിക്കൊരു ആശ്വാസം. അയ്യോ ഇനി ഒന്നുകൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു നമുക്ക് പോകാം. അങ്ങനെ രണ്ടാമത്തത് കയറി, അത് ഞാൻ പിടിച്ചു. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു ഞാൻ ഇനി കൈ പിടിച്ചോളാം എന്ന് പറഞ്ഞു. അഞ്ചാമത്തത് ഒരെണ്ണം ചെറുതുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൈ വിട്ട് നടന്ന് രണ്ടുപേരും വളരെ കോൺഫിഡൻ്റായിട്ട് കയറി മേലിൽ പോയി. അവിടുത്തെ ഒരു കത്തീഡ്രലുണ്ട്, ഒരു ഫോർട്ടുണ്ട്, എല്ലാം കണ്ട് ഞങ്ങൾ അതൊക്കെ തിരിച്ച് സമയമായപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. ഇപ്പം ബോർഡിൻ്റെ റിസൾട്ടിനെ പറ്റി ഞങ്ങൾ പറയുന്നതേ ഇല്ല. വന്നു തിരിച്ച് ഞങ്ങൾ അത് കഴിഞ്ഞ് ഫ്രാൻസും എല്ലാം കറങ്ങി 21 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ തിരിച്ചെത്തി. വീട്ടിൽ വന്നപ്പം എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ യു പ്ലാനിങ് ടു ഡു വിത്ത് യുവർ ബോർഡ്? ഈ ബോർഡ് റിസൾട്ടിന് നീ എന്താ ചെയ്യാൻ പോകുന്നതിന്? അപ്പം ഞാൻ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നത് ബ്രിഗേഡറായിട്ടാണോ എന്നെ വ്യക്തിയായിട്ടാണോ? പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചപ്പോൾ നീ ക്യാപ്റ്റൻ അല്ലായിരുന്നു, അപ്പോൾ റാങ്കല്ലല്ലോ പ്രേമിച്ചതും സ്നേഹിച്ചതൊക്കെ, പക്ഷേ ഇത് നിനക്ക് അർഹതയുള്ള റാങ്കാണ്, ഇത് വെറുതെ കളയരുത്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു ബന്ധമാണ്, അവർക്കെന്നെ വേണ്ടെങ്കിൽ ഞാൻ പിടിച്ചു പറ്റി നിൽക്കുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പം അവൾ പറഞ്ഞു അങ്ങനെയല്ല, ഇത് ആരും ഔദാര്യമല്ല, നീ പണി ചെയ്തതാണ്, നിനക്ക് അർഹതയുള്ളതാണ്. അർഹതയുള്ളത് ഫൈറ്റ് ചെയ്ത് വാങ്ങിച്ചില്ലെങ്കിൽ അത് ഭീരുത്വമാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, നമുക്ക് സുഖമായിട്ട് പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് പോയി സുഖമായിട്ട് രണ്ടുപേർക്കും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇനി ബാക്കിയുള്ള കാലം കഴിക്കാം. പറഞ്ഞു എനിക്ക് അതൊന്നും ഒരു വിഷമമില്ല, പക്ഷേ ഒന്ന് ഫൈറ്റ് ചെയ്യാതെ പോകുമ്പം എനിക്കെപ്പോഴും മനസ്സിൽ കിടക്കും എൻ്റെ ഭർത്താവ് ഇത് ഫൈറ്റ് ചെയ്യാതെ പോയല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, എനിക്ക് സമയം എന്താ ഒന്ന് കൺസിഡർ ചെയ്യാം. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന,
കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഈ റിസൾട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ പഴയ DGOS ഡയറക്ടർ ജനറൽ വിജയലാൽ ഭയങ്കര സങ്കടത്തോടെ ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്താ ആകാൻ? ഞാൻ പറഞ്ഞു, ഞാനല്ല ആക്കേണ്ടത്. ഇല്ല, എനിക്ക് നിന്നെ ഇപ്പം കാണണം. എന്തിനാ സാർ? ഇല്ല, എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ട, ഞാനിപ്പം കോഴ്സൊക്കെ കഴിയുന്നുണ്ട്, അത് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ശരി. കോഴ്സ് കഴിയുമ്പം നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അടുത്ത 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞു, എനിക്ക് മെഡലൊക്കെ കിട്ടി, എല്ലാം ഞാൻ വീട്ടിൽ വന്നു. ഇനി പോസ്റ്റിംഗ് ആകണം. അപ്പോഴത്തേക്ക് പോസ്റ്റിംഗ് വന്നു. അപ്പം ഞാൻ അന്നേരം ഉള്ള DG ഡയറക്ടർ ജനറലിൽ പോയി കണ്ട് ഞാൻ പറഞ്ഞു, സാർ എൻ്റെ ബോർഡ് ഞാൻ മിസ്സായി, എനിക്ക് ഒക്കുകയാണെങ്കിൽ സെക്കൻഡറാബാദിൽ എനിക്കൊരു പോസ്റ്റിംഗ് കയറണം, എനിക്ക് അവിടെ ഫ്ലാറ്റുണ്ട്, ഞാൻ സെറ്റിലാകാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ പോയി സെറ്റിലാകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ നിനക്ക് അവിടുത്തെ പോസ്റ്റിംഗ് തരാൻ ഒക്കത്തില്ല, എനിക്ക് ഇവിടെ ഹെഡ് ക്വാർട്ടറിൽ വേണം. ഞാൻ വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല സാർ. അപ്പോൾ അയാൾ പറഞ്ഞു, നിൻ്റെ ഇൻട്രസ്റ്റ് അല്ല ഞാൻ ചോദിച്ചത്, ഞാൻ എൻ്റെ ഇൻട്രസ്റ്റാണ് പറഞ്ഞത്, ഞാൻ ഈ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രസ്റ്റാണ് പറഞ്ഞത്, എനിക്ക് നിന്നെ ഇവിടെ വേണം. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് മനസ്സില്ല അധികം പണി ചെയ്യണം, ഞാൻ ബോർഡായില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ റാങ്ക് നോക്കിയല്ലോ ഇത്ര നാൾ പണി ചെയ്തത്, പിന്നെന്താ ഇപ്പം? ഞാൻ പറഞ്ഞു, സാർ എന്തായാലും എന്തോ ഒരു മടുപ്പ് തോന്നി. ഇല്ല, പോസ്റ്റിംഗ് മാറ്റത്തില്ല, നീ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതും കൂടെ ദേഷ്യമായി. ഞാൻ തിരിച്ചു വന്നു, എൻ്റെ പോസ്റ്റിംഗ് വന്നു, ജോയിൻ ചെയ്തു എന്ന് അറിഞ്ഞപ്പം എനിക്ക് പിന്നെയും കോൾ വന്നു, ജനറൽ ലാൽ എന്നെ വിളിച്ചു, എനിക്ക് നിന്നെ കാണണം. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഈ കാര്യം ഡിസ്കസ് ചെയ്യണ്ട. അപ്പോൾ അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, അന്ന് അദ്ദേഹത്തിന് 70-78 വയസ്സുണ്ട്, 70 വയസ്സ് കാണും. അദ്ദേഹം പറഞ്ഞു, ചാക്കോ എനിക്ക് വണ്ടി ഓടിക്കാൻ 72 വയസ്സുണ്ട്, എനിക്ക് വണ്ടി ഓടിക്കാൻ പ്രയാസമാണ്, നീ ഓഫീസിൽ നിന്ന് വൈകുന്നേരമെന്നറിയാം, ഡൽഹിയിലെ വൈകുന്നേരത്തെ ട്രാഫിക്ക് മോശമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനും എൻ്റെ ഭാര്യയും നിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് ബ്ലാക്ക് മെയിലാണ്, ഞാൻ വരാം. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ചെന്നിട്ട് ജനറൽ ലാൽ പറഞ്ഞതനുസരിച്ച് ഞാനും എൻ്റെ ഭാര്യയും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വൈകുന്നേരം ചെന്നു. അദ്ദേഹം ആദ്യമേ എന്നോടത്ത് ദേഷ്യപ്പെട്ടു, എന്താ ആകാഞ്ഞ്? ഞാൻ പറഞ്ഞു, സാർ ഞാനല്ല ബോർഡ് നടത്തുന്നത്. അതെല്ലാം കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, ഒക്കത്തില്ല, ഇത് നീ കംപ്ലയിൻറ്റ് ചെയ്യണം. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ആകുന്നത് പറഞ്ഞു, ഇങ്ങനെ നോക്കാം കേൾക്കാം എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതുവരെ മനസ്സങ്ങോട്ട് മേക്കപ്പ് ചെയ്തിട്ടില്ല, എന്തോ പുള്ളിക്കാരൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഇതിനെ കേസ് പറഞ്ഞ് വഴക്കുണ്ടാക്കിയൊക്കെ ആകുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ സെക്കൻഡ് തോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ശരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എണ്ണിച്ചു പോകാൻ വേണ്ടി. അന്നേരം അദ്ദേഹത്തിൻ്റെ ഭാര്യ, ജനറൽ ലാലിൻ്റെ ഭാര്യ എൻ്റെ അടുക്കൽ വന്ന്, അപ്പം എനിക്ക് അമ്മയെപ്പോലെ സ്ത്രീയാണ്, അവർ ഡോക്ടറാണ്, മിസ്സസ് വീണാലാൽ. അവർ അതെൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഹിന്ദിയിൽ പറഞ്ഞു, ആപ്കെലിയെ മത് കറോ മേരെ ലിയേ കറോ. അതായത് ജേക്കബ്, നീ നിനക്ക് വേണ്ടിയല്ല ഫൈറ്റ് ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. കാര്യം ഞങ്ങളുടെ കൂടെയാണ് നീ വർക്ക് ചെയ്തത്, ഞങ്ങൾക്ക് നിന്നെപ്പറ്റി ഒത്തിരി പ്രതീക്ഷയുള്ളതാണ്. ഇത് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് ആരോ എന്തോ കാണിച്ചിട്ടുള്ളതാണ്, നീ തീർച്ചയായിട്ടും ഇത് കംപ്ലയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ കൈ പിടിച്ചു, മാം തീർച്ചയായിട്ടും എനിക്ക് ശകലം സമയം തരണം. സമയമുണ്ടല്ലോ, ഓക്കെ പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ജനറൽ ലാലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരുന്ന ആളാണ്, അത് സീനിയറാണ്, നമുക്ക് അദ്ദേഹത്തെ പോയി കണ്ടാൽ ചോദിക്കാം ഇതെന്താണ് ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ചെയ്യാനുള്ള അറിയാമല്ലോ, അത് ചെയ്യാം. ഇതില്ല, അദ്ദേഹം ഇത് പരിചയമുള്ള ആളായതുകൊണ്ട് കണ്ടാൽ
നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ പറഞ്ഞു തരുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം സമ്മതിച്ചു, അദ്ദേഹത്തെ വിളിച്ചു. പിറ്റേന്ന് വൈകുന്നേരം അദ്ദേഹത്തെ കാണാനുള്ള സമയം കിട്ടി. അപ്പം ഞാനും എൻ്റെ ഭാര്യയും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾ കണ്ടു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു 10 മിനിറ്റ് അദ്ദേഹം എല്ലാം കേട്ടു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു അദ്ദേഹം, നിന്നോട് ആരാ പറഞ്ഞത് നീ മേജർ ജനറൽ ആകുമെന്ന്? നീ മെറിറ്റിലെങ്ങും ഇല്ല, നീ എന്തൊക്കെ ചെയ്താലും ആകത്തില്ല, നീ കംപ്ലയിൻറ്റ് ചെയ്താലും ആകത്തില്ല, നീ കേസ് കൊടുത്താലും ആകത്തില്ല. സോ ഇതിനെപ്പറ്റി ചുമ്മാ ചിന്തിച്ച് തല പോയിക്കേണ്ട കാര്യമില്ല. അപ്പം എൻ്റെ ഭാര്യ എന്നെ നോക്കി. അപ്പം ഞാൻ ചോദിച്ചു, മതിയായല്ലോ, സന്തോഷമായല്ലോ, ലെറ്റ്സ് ഗോ, പോകാമെന്ന് പറഞ്ഞു. ഞാൻ എണ്ണിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ഞാൻ ആർമിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ജനറലിൻ്റെ റാങ്ക് ഇടും. ഇനി എനിക്ക് വാശിയാണ്. ഞാൻ ഇപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഇത് വന്നത്. എന്ത് വന്നാലും ഞാൻ ഏതറ്റം വരെ പോയാലും ഞാൻ ഈ കേസ് ജയിക്കും, ഞാൻ റാങ്ക് ജനറലിൽ ഇടും എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. എന്നിട്ട് വന്ന് ഞാൻ കംപ്ലയിൻറ്റ് തയ്യാറാക്കി ആർമി ഹെഡ് ക്വാർട്ടറിന് കൊടുത്തു. കംപ്ലയിൻറ്റ് 90 ദിവസത്തിനകം അവർ അതിന് മറുപടി തരണം. അത് തന്നില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ജൂനിയേഴ്സിനെ പ്രൊമോട്ട് ചെയ്തു, മേജർ ജനറലാക്കി. ആകെ 4 വേക്കൻസിയേ ഉള്ളൂ. അപ്പോൾ അവർ 4 പേരെ അവർ അപ്രൂവ് ആക്കി. അപ്പം എൻ്റെ മേളിൽ മെറിറ്റിൽ ഒരാൾ, നമ്പറിൽ സീനിയർ ഒരാളെ പ്രൊമോട്ട് ചെയ്തു. എൻ്റെ താഴെയുള്ള ഒരാളെ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നമായെന്ന്. ഞാൻ ഉടനെ ആം ഫോഴ്സസ് ട്രൈബ്യൂണലിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, കംപ്ലയിൻ്റ് ഇട്ടു. എനിക്കെതിരെ നടന്നത് പക്ഷഭേദമാണ്, ഇത് തെറ്റാണ്, എനിക്ക് താഴെയുള്ളവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹിയറിങ്ങിൽ എൻ്റെ കേസ് അവർ സ്വീകരിച്ചു. പക്ഷേ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ MS ബ്രാഞ്ച്, അതായത് മിലിറ്ററി സെക്രട്ടറി ബ്രാഞ്ച്, ഈ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാഞ്ചിൻ്റെ ഓർഡറിന് സ്റ്റേ ഇടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 4 വേക്കൻസിയേ ഉള്ളൂ, അപ്പോൾ എൻ്റെ പോയി കഴിഞ്ഞാൽ അത് വേക്കൻസിയൊക്കെ പ്രശ്നമൊന്നുമല്ല, നിങ്ങൾക്ക് ആകണമെങ്കിൽ നിങ്ങളുടെ മെറിറ്റിൽ നിങ്ങൾ ആകണമായിരുന്നെങ്കിൽ വേറെ ആരെ ആക്കിയാലും വേണമെങ്കിൽ പുറോട്ടാക്കും, പക്ഷേ നിങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ ജനറലാക്കും. കേസിന് സമയമാകുമ്പോൾ ആവും. കേസ് വാദിച്ചു. ആം ഫോഴ്സസ് ട്രൈബ്യൂണലിൽ ആ മിലിറ്ററി സെക്രട്ടറി ബ്രാഞ്ചിന് വെക്കാൻ ഒരു റെക്കോർഡുമില്ലായിരുന്നു. അവരെന്തൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ റെക്കോർഡ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വക്കീൽ ഫൈനലി എൻ്റെ ലാസ്റ്റ് ആർഗ്യുമെൻ്റ് ദിവസം എൻ്റെ വക്കീൽ വന്നില്ല. പുള്ളിക്കാരന് എന്തോ അസുഖമായോ എന്തോ പ്രശ്നമായി, പുള്ളി വന്നില്ല. അപ്പം ജഡ്ജി പറഞ്ഞു നമുക്കിത് അഡ്ജേൺ ചെയ്യാം. ഞാൻ പറഞ്ഞു ജഡ്ജിയോട്, മൈ ലോർഡ്, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ദിവസങ്ങളായി പോകുന്നത്, ഞാൻ ആകണ്ട, എൻ്റെ ജൂനിയറൊക്കെ പ്ലേസ് ആകുന്നു. പറഞ്ഞു നിനക്ക് വാദിക്കാൻ നോക്കൂ. ഞാൻ പറഞ്ഞു സത്യം പറയാൻ വാദം വേണ്ടല്ലോ, ഞാൻ പറഞ്ഞാൽ പോരെ. പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ചെയ്ത് എൻ്റെ റീസൺസൊക്കെ പറഞ്ഞു, എൻ്റെ റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞു. എൻ്റെ ജൂനിയർ അപ്രൂവ് ആയാളുടെ റിപ്പോർട്ട് താരതമ്യം ചെയ്ത് എൻ്റെ റിപ്പോർട്ട് എത്രയോ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ജഡ്ജി പറഞ്ഞു, മിലിറ്ററി സെക്രട്ടറി ബ്രാഞ്ചിനോട് പറഞ്ഞു, ഇത് കൗണ്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ച അത് ഹിയറിംഗ് വന്നപ്പം അവർ കൗണ്ടറൊന്നും കൊണ്ടുവന്നില്ല. അവർ പറഞ്ഞു ഞങ്ങളൊരു സ്പെഷ്യൽ ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൽ കൺസിഡർ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ സ്പെഷ്യൽ ബോർഡ് വെക്കാതിരിക്കുകയോ അതല്ല പ്രശ്നം, എനിക്ക് റാങ്ക് തരണം. അപ്പം അവർ കോടതി പറഞ്ഞു ബോർഡ് ഇപ്പം മറ്റന്നാൾ നടക്കും, അത് കഴിയുമ്പം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പ്രയർ ബോർഡ് വെക്കുകയോ അല്ലേ എന്നുള്ളതല്ല, എന്നേക്കാളും മെറിറ്റിൽ പുറയിലുള്ള ആളെ നിങ്ങൾ അപ്രൂവ് ചെയ്തു എങ്കിൽ എന്നെ അതിന് സീനിയറായിട്ട് അപ്രൂവ് ചെയ്യണം. ഒരാഴ്ചയ്ക്കകം ബോർഡായി. അടുത്ത ഹിയറിങ്ങിന് മുമ്പ് എൻ്റെ റിസൾട്ട് ഔട്ടായി, ഞാൻ അപ്രൂവായി. അപ്പം തിരിച്ച് കോടതി വന്നു. അപ്പം ഞാൻ പറഞ്ഞു റിസൾട്ട് ഔട്ടായി, ശരിയാണ്, ഞാൻ എന്നേക്കാളും ജൂനിയറെ അപ്രൂവ് ചെയ്ത് എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ എൻ്റെ പോസ്റ്റിംഗ് ഓർഡറിൽ എഴുതണം ഞാൻ ഇന്നയാളേക്കാളും സീനിയറായിട്ട് പ്ലേസ് ആക്കിക്കൊണ്ട്.
അങ്ങനെ മിലിറ്ററി സെക്രട്ടറി ബ്രാഞ്ച് അങ്ങനെ ഒരു ഓർഡർ ഇറക്കി എന്നെ ചണ്ഡീഗഡിനടുത്ത് മൊഹാലിയിലുള്ള വെസ്റ്റേൺ കമാൻഡ് ഹെഡ് ക്വാർട്ടറിൽ ഓർഡിനൻസ് ലോജിസ്റ്റിക്സിൻ്റെ ഹെഡായിട്ട് മേജർ ജനറൽ ആർമി ഓർഡിനൻസ് കോറായിട്ട് എന്നെ അവിടെ പോസ്റ്റ് ചെയ്തു. 2014 ഡിസംബറിൽ ഞാൻ അവിടെ പോയി ചാർജ് എടുത്തു. എൻ്റെ യൂണിറ്റ്സ് ജമ്മു തൊട്ട് ഡൽഹി വരെ ഉള്ള സ്ഥലങ്ങളിൽ പല യൂണിറ്റ് എനിക്കുണ്ടായിരുന്നു. അതെല്ലാം അതിനകത്ത് ഇൻവെൻട്രി ഉണ്ട്, വണ്ടികളുടെ സ്പെയർസ് ഉണ്ട്, വണ്ടികളുണ്ട്, പിന്നെ ജനറൽ സ്റ്റോഴ്സ് ഉണ്ട്. പിന്നെ മാക്സിമം എൻ്റെ ഇൻവെൻട്രി എന്ന് പറയുന്നത് ഈ ബോംബും ഈ മൈൻസും ഒക്കെ ആയിട്ടുള്ളതായിരുന്നു എൻ്റെ കീഴിലുള്ളത്. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പണിയുടെ വലിയൊരു ഭേദം. പോകുന്ന വ്യക്തിയെ ഒരു കസേരയിൽ ഇരുത്തും. എന്നിട്ട് ബാക്കി ഓഫീസേഴ്സ് എല്ലാം കൂടെ ഈ കസേര പൊക്കി ഒരു പഴയ പാട്ടുണ്ട്, ഹീസ് എ ജോളി ഗുഡ് ഫെലോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പം മിലിറ്ററി ബാൻഡ് അത് പ്ലേ ചെയ്യും. ഇവരെല്ലാം പാടി നമ്മളിങ്ങനെ കൊണ്ട് സാധാരണഗതിയിൽ ഒരു 5-10 സ്റ്റെപ്പ് നടക്കും. അതൊരു ആദര സൂചനയേ ഉള്ളൂ. എന്നെ കസേര കയറ്റി ഇരുത്തി അപ്പം പൊക്കി. ഈ പൊക്കിയേക്കുന്നെല്ലാം ബാക്കി ജനറൽസാണെന്ന് ഓർത്തോണം. കേണൽസും ബ്രിഗേഡ്സൊക്കെ നോക്കി നിൽക്കുക. അത് ആദ്യമേ അവർ പൊക്കി, പിന്നെ അവരെ നിന്ന് ആൾക്കാർ മാറ്റി. എന്നെ ഒരു 10-15 സ്റ്റെപ്പല്ല, ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ കസേരയിലിരുത്തി അവർ ഹീസ് എ ജോളി ഗുഡ് ഫെല്ലോ പാടിക്കൊണ്ടിരുന്നു.